കഴിഞ്ഞ ആഴ്ച നമ്മളധികം വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു യാത്ര ഉണ്ടായിരുന്നു അമ്രുവിന്റെ വീട്ടിലേക്ക്. അമ്രുവിന്റെ വീട് പെരുമ്പളം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ അച്ഛന്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും പിന്നെ അമ്രുവിന്റെ അനിയന്റെ അനൂപിന്റെ കൂട്ടുകാരും വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ബിരിയാണി ഉണ്ടാക്കാൻ അമ്രുവിനെ അച്ഛൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ച് ദിവസം അവിടെ നിൽക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി, പെരുമ്പളം, ചിക്കൻ ചുട്ടത്, കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ കുറെ വർത്താനങ്ങളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ ദേ കഥ തുടങ്ങണേണ്. ബാ. അപ്പോൾ ഞാൻ വരുമ്പോൾ ദേ ഇവന്മാർ ഫോണും പിടിച്ചതേ ഈ ഇരിപ്പാണ്. നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ദേ അവിടെ അമൃത. എന്താണ് ഇന്നിവിടെ പരിപാടി? അതെ, ബിരിയാണി വെക്കണേണ്. കൂടെ ബീഫ് കറിയും പിന്നെ ശിമ്പന് കനലിൽ ചുട്ടെടുത്ത ചിക്കനും വേണം. ഈ ബീഫ് നമ്മൾ വടുതലേന്ന് വാങ്ങിയാണ്. കുറച്ച് കറി വെക്കാനും വേണം, BDF ഉണ്ടാക്കാനും വേണം. ഈ പരിപാടികളൊക്കെ വൈകിട്ട് തീരണമെങ്കിൽ ഇവന്മാരെ ഓണാക്കണം. അങ്ങനെ അതെ ഇവന്മാരെ ഓണാക്കി. കൂടെ അച്ഛനും ഓണായി. സവാള ഇരുന്ന് സ്പീഡ് കണ്ടു. ഇവന്മാരുടെ പണി കണ്ടിട്ട് വീട്ടിൽ ഇതൊക്കെ ചെയ്യുമെന്ന് ഡൗട്ടാണ് അല്ലേ? പപ്പടം പോലും വറക്കാൻ പോരാ. ഞാൻ മേളിലൊക്കെ വയലട്ട് ചെയ്തിട്ട് ഇത് റൗണ്ട് ചുറ്റാൻ പോലുണ്ടായിരുന്നു. അപ്പൊ താഴത്തുനിന്ന് നമ്മ ഷോക്ക് അടിച്ച്. ഇതാണ് ബ്രിട്ട്ലി. ഇവൻ അന്ന് ഷോക്ക് അടിച്ചതിന് ശേഷം ഇവൻ ആളാകെ മാറിപ്പോയി. ഫുൾ ടൈം ഒറ്റക്ക് മാറിയിരിക്കുക, കൂട്ടത്തിൽ നിന്ന് മാഞ്ഞു പോവുക, മുകളിലേക്ക് ഓടിക്കളയുക, അങ്ങനെ എന്തൊക്കെയൊക്കെയോ മാറ്റം. ഇവനെന്തോ വയ്യെന്ന് തോന്നുന്നു. അപ്പോൾ സവാള അരിഞ്ഞ് കിട്ടിയ നമ്മൾ നേരെ ഫ്രൈ ചെയ്യണേണ്. അരിയലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞതേ പിള്ളേർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവന്മാർ ചിക്കൻ ചുടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ പോണേണ്. അപ്പോൾ അവന്മാരെ വീഡിയോ എടുത്ത് നിൽക്കുന്ന നേരത്ത് നല്ല ചിക്കൻ മുരിയണം വേണം. ഇതേ അമ്മ ചിക്കൻ വറുക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവന്മാർ കോൺക്രീറ്റ് കട്ടുകൊണ്ട് നാച്ചുറൽ ഓവൻ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എനിക്കങ്ങനെ അവിടെ ഇവിടെ നടന്ന് വീഡിയോ എടുക്കാൻ പറ്റുമൊന്നുമില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെ പാലാച്ചി ഇവിടെ താലിയിട്ട്. അവന്മാർ കൂട്ടത്തോടെ ചെയ്യണമെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണേണ്. മോൺസ്റ്റർ അങ്ങനെയല്ല കേട്ടാ, ഹരിതയുണ്ട് കൂടെ ഹെൽപ്പിന്. അവൾ ഭയങ്കര നാണക്കാരി ആയതുകൊണ്ട് വീഡിയോ എടുക്കാത്തതാണ് ഞാൻ. സവാള വഴറ്റുന്നു, ചിക്കൻ വറുക്കുന്നു, ഭയങ്കര സ്പീഡ് വർക്കാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ ഇതാണ് ഇവന്മാരുടെ ചോപ്പെട്ടി. ഈ ചത്ത കോഴിനെ ഒന്നുകൂടി കൊല്ലാനുള്ള പ്ലാനിലാണ് ശിമ്പനും സംഘവും എന്ന് തോന്നുന്നു. പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, തലക്കും ഇത് മരം വളർന്ന വെട്ടണമെന്ന്. അതുപോലെ അമ്രുവിന്റെ തലക്കും ഇതേ വലിയൊരു വാഴക്കൊല. വലുതല്ല ചെറുതാ. അതെങ്ങാനും പൊട്ടി വീണാലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെ ഇരുട്ട് വരുന്ന വാഴയിലിൽ പൊതിഞ്ഞ് അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇത് കരിയോ? അമ്മാതിരി ചൂടാണ് ഇത്. അപ്പോഴേക്കും ചിക്കൻ കറി സെറ്റായിട്ടാ. ഇനി നമുക്ക് റൈസ് അടിക്കണം. അപ്പോൾ കൈമ റൈസാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കണം കേട്ടോ. സംഭവങ്ങളെല്ലാം ഇട്ട് ഇതേ റൈസ് ഇടണേ കേട്ടോ. ഇനി അതൊന്ന് വേവട്ടെ. നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് അടുക്കി പിടിക്കാതെ നോക്കണം. അടച്ചു വെക്കാം. ഇടയ്ക്ക് ഈ ചുട്ട കോഴിയുടെ അടുത്ത് പോയതുകൊണ്ട് ചിക്കൻ വെന്തതും ചിക്കൻ ലെയർ ഇട്ടതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നമ്മൾ ദമ്മിടണേണ്. ഞങ്ങൾ ഇതുവരെ മൈദമാവ് കൊണ്ട് ഒട്ടിച്ചു വെച്ച് ദമ്മ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്യണം. അപ്പോൾ മൈദ കുതിർത്ത് ചപ്പാത്തി പരുവാകണം. മാത്രമല്ല മുകളിൽ കുറച്ച് ചിരട്ട കൂടി കത്തിച്ച് വെച്ച് ചെറിയ ചൂടിൽ ഒരു 10-20 മിനിറ്റ് വെക്കണേണ്. ആ നേരം നമുക്ക് ചിക്കൻ കഴിച്ചാലോ. ഈ അവരായിട്ട് വരുമ്പോ വീട്ടിലിരിക്കണ ഗ്രില്ലിന്റെ ചെയ്യുന്ന സാധനമില്ലേ, അതെടുത്തോണ്ടിരുന്ന ഓർക്കണം. ഉള്ളിൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല. നമുക്കിത് തുറക്കാം. അവനിത് വഴക്കിടിയവൻ പിണങ്ങി എല്ലാരോടും ചിമ്പന്റെ പിണക്കം ബിരിയാണി കഴിക്കുമ്പോ മാറും. ബിരിയാണി അല്ല, ഇത് കഴിക്കുമ്പോ തന്നെ മാറും. അതില് വേണ്ട, അങ്ങനെ നിന്റെ പിണക്കം മാറണ്ട. നീ പിണക്കം മാറ്റിയില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. സിംബന് കൊടുക്കണ്ട, പക്കയാണ്. കറക്റ്റാട്ടാ. കുറച്ചും കാണിച്ചില്ല നീക്ക. അയ്യോ അന്നാലും കിട്ടൂല. അവന്റെ മുഖത്തടിക്കാം. ആഹാ പീസ് നോക്കി ഞാൻ എടുത്തോട്ടെ. കൊള്ളാം കേട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിച്ചോ? ഇവിടെ ഇല്ലടാ, ഞാൻ പറഞ്ഞു നീ തന്നെയല്ലോ ഒപ്പിട്ട്. അപ്പോൾ ചിക്കൻ കഴിച്ച് ഇനി നമുക്ക് ദമ്മങ്ങ് പൊട്ടിച്ചാലോ. ഓരോ തവണ ദം പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കറക്റ്റ് ആവണേ, നല്ല മണം വരണേ, ടേസ്റ്റ് ഉണ്ടാവണേ എന്നൊക്കെ. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ പീക്ക് ലെവലിലാണ്. ഇത് പൊട്ടിക്കുമ്പോൾ വരുന്ന ആദ്യ സ്മെല്ലില്ലേ,
ബിരിയാണി പ്രേമികളെ കൊതിപ്പിക്കുന്നൊരു മണം അത് കിട്ടി. ആ മണം കിട്ടിയാൽ മനസ്സിലാവും ടേസ്റ്റ് ഉണ്ട്. സ്മെല്ലൊക്കെ പിടിച്ച് ചിക്കൻ്റെ നീരൊക്കെ നന്നായി റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ദം പൊട്ടിക്കുന്ന കാണാൻ ഇവിടെ കുറേ പേരുണ്ടായിട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അച്ഛൻ്റെ ഫ്രണ്ട്സിനാണ് സെർവ് ചെയ്തത്. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പഠിക്കണമെന്നില്ല. അപ്പം മനസ്സിലായില്ലേ അജിത്ത് ക്യാമറ മാത്രമല്ല ബിരിയാണി കൂടി കൈകാര്യം ചെയ്യേണ്ടെന്ന്. നല്ല ബിരിയാണി ആണെങ്കിൽ അമ്മ ഒറ്റക്ക് റെഡിച്ചെടുക്കും, ചീത്തയാണെങ്കിൽ ഞാൻ വന്ന് കൈയെടുത്ത് ചീത്തയാക്കിയാന്നും പറയും. അതാ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് തലേദിവസത്തെ വിശേഷം. ഇനി നാളെ നമുക്ക് പെരുമ്പളം പാലം കാണാൻ പോകണം, കരിമീൻ പൊള്ളിച്ചു വെക്കണം, BDF ഉണ്ടാക്കണം, പിന്നെ പെരുമ്പളം വിശേഷങ്ങളും പറയണം. എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വിട പറയട്ടെ.